ടീച്ചറെ എനിക്ക് 13-ാമത്തേന് മാർക്ക് ഇട്ടിട്ടില്ല. ഇങ്ങനെ നോക്കട്ടെ. ഇന്ന് സോറി അമൽ, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ 6 മാർക്കല്ലേ? അപ്പൊ മൊത്തം 20 മാർക്കായല്ലോ. അപ്പൊ നീ ജയിച്ചു മോനെ. എന്നാ യെസ്. അങ്ങനെ ഞാൻ ജയിച്ച്. എടാ നീ ഇപ്പൊ ഇതിന് അങ്ങോട്ട് ടീച്ചറിന്റെ അടുത്തോട്ട് പോയത്? എടാ എനിക്ക് 13-ാമത്തേന് ടീച്ചർ മാർക്ക് ഇട്ടിട്ടില്ലായിരുന്നു. നിനക്കാണെങ്കിൽ ടീച്ചർ മാർക്ക് ഇട്ടായിരുന്നു 6 മാർക്ക്. അതുകൊണ്ട് അത് ഞാൻ പോയി ടീച്ചറിനെ കാണിച്ച് എനിക്ക് ടീച്ചർ 6 മാർക്ക് തന്ന്. അതുകൊണ്ട് ഞാൻ ജയിച്ച് 20 മാർക്ക്. അതെങ്ങനെ ശരിയാവും? നമ്മൾ ഒരുമിച്ചല്ലോ എഴുതിയത്. അപ്പൊ നിനക്ക് 20ഉം എനിക്ക് 14ഉം. അതെന്തുവാടേ? നിനക്കെന്നാലും എങ്ങനെ 20ആയി? അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ നിന്റെ കാര്യം. എന്തുവായാലും ഞാൻ ജയിച്ചു. എനിക്കത് അറിഞ്ഞാൽ മതി. നീ എന്തെങ്കിലും ഉണ്ടോ? കിട്ടി. എടാ നിനക്ക് 8-ാമത്തേന് മാർക്ക് ഇട്ടിട്ടുണ്ടോ ടീച്ചർ? നോക്കട്ടെ. 8-ാമത്തേന് മാർക്ക് ഇട്ടിട്ടുണ്ടാ 6 മാർക്ക്. അങ്ങനെ വരട്ടെ. എനിക്കാണെങ്കിൽ ടീച്ചർ 8-ാമത്തേന് ശരി മാത്രമേ ഇട്ടിട്ടുള്ളൂ, മാർക്ക് ഇട്ടിട്ടില്ല. എന്നാൽ ഞാനും ജയിച്ച്. ഞാൻ ഇപ്പൊ വരാവേ. ടീച്ചറെ എനിക്ക് 8-ാമത്തേന് ശരി ഇട്ടിട്ടുണ്ട്, മാർക്ക് ഇട്ടിട്ടില്ല. എടാ ഇത് ശരിയല്ല, ഇത് മൊത്തം പൊട്ട തെറ്റാ. അപ്പൊ ടീച്ചർ അമലിന് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അവൻ എന്റെ നോക്കിയാണല്ലോ എഴുതിയത്. എടാ അത് നീ പറയണമെന്നല്ല, പേപ്പർ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതിയാണെന്ന്. അതുകൊണ്ട് വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ. അവൻ എന്തി? അമലെ ഇങ്ങോട്ട് വന്നേ. എടാ പേപ്പർ ഇങ്ങോട്ടാടാ, നോക്കിക്കാതെ. ഇന്നാ. എടാ ഇത് എന്റെ മിസ്റ്റേക്ക് തന്നെയാ കേട്ടോ. ഞാൻ എങ്ങോട്ടാണ്ട് നോക്കിയാ മാർക്ക് ഇട്ടത്. അപ്പൊ ഇത് തെറ്റ്. നിനക്ക് 6 മാർക്കില്ല. അപ്പൊ നിനക്ക് 14 ഉള്ളൂ. അതുകൊണ്ട് നീ തോറ്റ്. എടാ മിസ്റ്റർ ഓമനക്കുട്ടൻ.